പത്തനംതിട്ട സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നവ്യയുടെയും അഭിയുടെയും ആദ്യരാത്രിക്ക് വേണ്ടിയിട്ട് നയനയും ആദർശും കൂടി മണിയറയൊക്കെ ഒരുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജാനകി നയനയുടെ അടുത്ത് പറയുന്നുണ്ട് അവർക്ക് കുടിക്കാനുള്ള പാലും കൂടി കാച്ചി കൊടുക്കണമെന്ന്. അതുപ്രകാരം തന്നെ നയന ചെന്നിട്ട് പാലൊക്കെ കാച്ചുന്നുണ്ട്. ഗ്ലാസ്സിലൊഴിച്ചു വെച്ച് നയൻ അവിടുന്ന് മാറുന്ന സമയത്ത് ജലജ അങ്ങോട്ടേക്ക് ചെല്ലുകയും അതിനകത്ത് ഉറക്കാനുള്ള പൊടി കലക്കുകയും ചെയ്യാണ് കേട്ടോ. തുടർന്ന് നയന് കൊണ്ടുപോയിട്ട് നവ്യയുടെ കയ്യിൽ പാല് കൊടുക്കുകയാണ്. അങ്ങനെ അവരെ റൂമിലേക്ക് കയറ്റി വിട്ടതിന് ശേഷമാണ് നയന തിരിച്ചു പോകുന്നത്. റൂമിലെത്തിയ നവ്യയാണെന്നുണ്ടെങ്കിൽ പാല് അബിക്ക് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഇതിനു മുമ്പ് തന്നെ ജലജ അബിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ പാല് നീ ഒരിക്കലും കുടിക്കരുത്, അതിനകത്ത് ഞാൻ പൊടി കലക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ആദ്യ രാത്രി പൊളിച്ചെടുക്കുക എന്ന ഉദ്ദേശവുമായിട്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നവ്യ കൊടുക്കുന്ന പാല് ആദ്യം നവ്യയെ കൊണ്ട് തന്നെ നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് കേട്ടോ അബി. പാല് കുടിക്കുന്നതും ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നവ്യയാണെങ്കിൽ മയങ്ങി വീണു പോവുകയാണ്. അങ്ങനെ അവരുടെ ഫസ്റ്റ് നൈറ്റ് കൊളാവുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ നവ്യയ്ക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നുകയാണേ. എന്നിട്ട് അബിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയി അല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതെ നയന, ആ പാലിനകത്ത് എന്തോ കലക്കിയിട്ടുണ്ട്, ഞാനും അത് കുടിച്ചപ്പം തന്നെ ഉറങ്ങിപ്പോയിന്ന് അബിയും പറയാണ് കേട്ടോ. അങ്ങനെ പാലിനകത്ത് എന്തോ കലക്കിയിട്ടാണ് നയനെ കൊണ്ടു തന്നതെന്നുള്ള കാര്യം നമ്മുടെ നവ്യയ്ക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ജലജയാണ് അത് ചെയ്തത് എന്നുള്ള സത്യം അബിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ആ കുറ്റം നയനയുടെ ചുമരിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നയനയ്ക്ക് അരികിലേക്കാണ് നവ്യ ചെല്ലുന്നത്. അവിടെ വെച്ചിട്ട് നവ്യ നയനയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നീ ഞങ്ങളുടെ ആദ്യരാത്രി പൊളിക്കുക എന്നുള്ള ഉദ്ദേശമായിട്ടാണ് പാലിനകത്ത് ഉറക്ക ഗുളിക കലക്കിയതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇതൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിയിട്ടാവും നീ ഇതൊക്കെ ചെയ്തത്. എൻ്റെ കല്യാണം നടത്തിത്തരാം എന്ന പേരും പറഞ്ഞിട്ട് നീ കുറേ നാടകം കളിച്ചതാണ്. പക്ഷേ ആ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കുറേ കാര്യങ്ങൾ ചെയ്തതൊക്കെ എനിക്കറിയാം നീ തന്നെയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവർത്തിച്ചേക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ നവ്യ. ഇത് കേട്ടും കൊണ്ട് അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരുന്നുണ്ട്. എന്താ ഇവിടെ ഒരു തർക്കമെന്ന് ചോദിച്ചും കൊണ്ടാണ് കേട്ടോ വരുന്നത്. നവ്യ മുത്തശ്ശൻ്റെ അടുത്തും പറയാണ് കേട്ടോ നവ്യ ഇന്നലെ ഞങ്ങളുടെ ആദ്യരാത്രി കുളമാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് പാലിനകത്ത് എന്തോ കലക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവളൊരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അബിക്ക് ചേർന്നൊരു പെണ്ണ് തന്നെയാണ് നീ എന്നുള്ള കാര്യം എനിക്കറിയാം. ഇവിടെ കിടന്നിട്ട് കൂടുതൽ വിളച്ചിലെടുക്കരുത്. ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. ഇവിടുത്തെ മരുമക്കൾ ആരും തമ്മിൽ പരസ്പരം തല്ലുകൂടുന്നത് ഇവിടുത്തെ നല്ലൊരു കാര്യമല്ല എന്നും അതുകൊണ്ട് ഇനിമേലാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവർത്തിച്ചേക്കരുത്. അബിയുടെ കുഞ്ഞ് നിന്റെ വയറ്റിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ കല്യാണം കഴിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതൊരു കാര്യമായിട്ട് എടുത്തിട്ട് ഇവിടെയുള്ള ആൾക്കാരുടെ നെഞ്ചത്തോട്ട് കയറാന്ന് നീ വിചാരിക്കുകയും ചെയ്തേക്കരുത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ കണക്കിന് കൊടുക്കുകയാണ് കേട്ടോ നവ്യയ്ക്ക്.